അങ്കമാലിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജാസിയയുടെ മരണത്തിൽ പ്രതിക്കായി ഇരുട്ടിൽ തപ്പി പോലീസ്. ജാസിയയെ ഇടിച്ച വാഹനം ഓടിച്ച ഡോക്ടർ സിറിയക് ഒളിവിലാണെന്നാണ് പോലീസ് വാദം. 5 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജാസിയയുടെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും നീക്കം. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിൽ, ഇത്ര ദിവസമായിട്ടും പോലീസിന് പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല എന്നുള്ളത് ഒരു വിമർശനമായി വരുന്നുണ്ട്. വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു. എന്താണ് പോലീസ് പറയുന്നത്? പ്രതിയിലേക്ക് എത്താൻ സഹായകമായ തെളിവുകൾ ഇതിനോടകം പോലീസിനുണ്ടോ? പോലീസ് പറയുന്നതനുസരിച്ച് പ്രതിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുവെന്നാണ്. പ്രതി ആ സമയത്ത് ഓടിച്ചിരുന്ന ഈ ജാസ്ലിയെ ഇടിച്ചിരുന്ന അങ്കമാലിയിൽ വെച്ച് അപകടമുണ്ടാക്കിയ SUV കാർ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ഇപ്പോഴും ഡോക്ടർ സിറിയക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ സിറിയക്കും ചില കൂട്ടുകാരും ആ വാഹനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത വേഗതയിലായിരുന്നു കാർ എന്നത് CCTV ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം കാർ ഉപേക്ഷിച്ച് പിന്നീട് ഈ സിറിയക്ക് ഒളിവിൽ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് ഡോക്ടർ സിറിയക്ക്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലാണ്, പിതാവിൻ്റെ പേരിലാണ് ഈ കാർ ഉള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അങ്കമാലിയിൽ അപകടമുണ്ടാകുന്നതും 19-കാരി ജാസ്ലിയ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അങ്കമാലിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു, 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ജാസ്ലിയ. ജാസ്ലിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയും പിന്നീട് അവയവങ്ങൾ ദാനം നൽകുകയും ചെയ്തു. ഇന്നലെയാണ് ജാസ്ലിയയുടെ സംസ്കാരം എടവനക്കാട് നടന്നത്. വലിയ പ്രതിഷേധം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഉടനെ പ്രതിയെ പിടികൂടണം എന്നതാണ് ആവശ്യം. 5 ദിവസമാകുമ്പോഴും ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പ്രതിക്കായി ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വാഹനം കണ്ടെത്തിയത് മാത്രമാണ് ഇക്കാര്യത്തിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള ഏക സൂചന. ശരി, ആദിൽ പാലോട് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്.